ഹായ് എവരി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ ചെല്ലാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല. സമയം ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട് രാവിലെ. ഒരു മുന്നേ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ നടന്നില്ല. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാ കാഴ്ചകളും കാണാവുന്നതാണ്. ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തത് ജയിച്ചനായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വലിയ ധാരണയില്ല ഈ യാത്രയെ പറ്റി. എന്തായാലും വഴിയോര കാഴ്ചകളെല്ലാം ആസ്വദിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. Strums of the warm acoustic guitar. നമ്മൾ ഏകദേശം എത്താറായി. സോ ഒരു 27 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം എത്തും. ദെൻ ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു 1:45 മിനിറ്റ്സ് കഴിഞ്ഞു. 1 hour 45 മിനിറ്റ്സ് ഏകദേശമായി ഇപ്പോൾ തന്നെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൽബ സിറ്റിയിലാണ്. കൽബ റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത് മലനിരകളാണ്. കംപ്ലീറ്റ് മലകളാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഹാങ്ങിങ് ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ഗാർഡനിൽ നല്ല വെയിലുണ്ട്. ഉച്ച 2 മണി സമയം. നല്ല വെയിലുണ്ട് ഇപ്പോൾ. സോ അടിപൊളി ഭംഗി കേട്ടോ. ഈ മലനിരകൾക്കിടയിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഞാനത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ആ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര നല്ല വാട്ടർഫോൾ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അങ്ങോട്ട് നോക്കൂ. gentle sound of the waves
crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. ഈ നേച്ചറിന്റെ ഭംഗിയൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആസ്വദിക്കാൻ പറ്റും. Where stress dissolves like footprints in the sand. ഈ മലകൾക്കിടയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് ഇവർ വെച്ചേക്കുന്നത്. ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റും ഈ ഭംഗി. വെരി നൈസ്. ഭയങ്കര നല്ല ഭംഗിയുണ്ട്. അതാണ് ബ്യൂട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മുകളിൽ പോയി. പിന്നെ കുറേ വെയിൽ കാരണം ഏറ്റവും ടോപ്പിൽ പോകാൻ നിന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. അതിനാൽ നമ്മൾ തൽക്കാലം പകുതി വഴിയിലെത്തിയിട്ടുണ്ട്. പകുതിയായിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നു. വെയിലെന്നും എപ്പോഴും എൻ്റെ ഒരു വില്ലനാണ്. അതിനിപ്പോൾ തൊപ്പി വെച്ചാലും സൺസ്ക്രീൻ ഇട്ടാലും അത് മാറാൻ പോകുന്നില്ല. ഇതിലേക്കാണ്. അപ്പോൾ ഇനിയുള്ളൊരു അബദ്ധം പറ്റി. നമ്മൾ വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ട് ഒമാൻ ഹോട്ടലിൽ പോയി. ലാസ്റ്റ് അവരോട് കാര്യം പറഞ്ഞ് നമ്മൾ വഴി തെറ്റിപ്പോയതാണ്, ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞങ്ങളുടെ എമിറേറ്റ്സ് ഏരിയൊക്കെ കാണിച്ച് മനസ്സിലാക്കി. ദെൻ ബാക്ക് ടു എമിറേറ്റ്. ഒമാനിൽ കയറിയതിന് ശേഷം ബാക്ക് ടു എമിറേറ്റ് ഞങ്ങൾ തിരിച്ചു വരികയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത് കൽബ ഡാമിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൽബ ക്ലോക്ക് ടവറിലേക്കാണ്. ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ലുക്ക് നൈസ് അല്ലേ? സോ ഇത് ബീച്ച്. ഇതാണ് ബീച്ച്, കൽബ ബീച്ച്. സമയം 3:30. ഇതാണ് കൽബ ഡാം. നമ്മൾ ഈ ഡാം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഭയങ്കര വെള്ളമൊക്കെ കെട്ടി നിർത്തി ഒരു സമയമാകുമ്പോഴത്തേക്കും വെള്ളം ചാടുന്ന ആ ഒരു സംഭവമായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ കൽബ ഡാം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇതുപോലെ വെള്ളം കെട്ടി നിർത്തുന്ന ഒരു സമ്പ്രദായത്തിനെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. ഇവിടെ എല്ലായിടത്തും പോയാലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ ഇപ്പോൾ വന്നപ്പോഴും അധികം ടൂറിസ്റ്റേഴ്സിനെ ഒന്നും കാണാനില്ല. കാരണം മറ്റൊന്ന്, ഇവിടെ വരുന്നവർക്ക് ആക്സസിബിലിറ്റി വളരെ കുറവാണ്. മെയിൻലി ഇത് ഒരു ബസ് റൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബസ് റൂട്ട് അല്ല. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്ത് വരാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ളത് ഇതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടെ വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു ഡാം കാണാനായിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും.
സോ ഇറ്റ് വാസ് നൈസ് പ്ലേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ചും കൂടെ വെയിൽ കുറവായിരുന്നു എന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇരിക്കാനുള്ള സ്ഥലമൊക്കെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കാൻ നല്ലൊരു പ്ലേസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേസാണ്. കുറച്ച് കാമായിട്ടൊക്കെ വന്നിരിക്കാൻ. ഇവിടെ ഭയങ്കര വെയിലാണ്. തണലുള്ള സ്ഥലമാണെങ്കിലും വളരെ നല്ലതായിരുന്നു ഇവിടെ എന്നെനിക്ക് തോന്നി. കൽബ ഡാമിൻ്റെ തന്നെ തൊട്ടടുത്ത് വരുന്ന മറ്റൊരു ലേക്കാണ് അൽ ഹഫയ ലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഓവറോൾ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ചുറ്റളവ് വളരെ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ ലേക്ക് എന്ന് തന്നെ ഇട്ടു, ഡാമെന്ന് പറയുന്നില്ല ഇവിടെ. ഇവിടെ പാർക്കിംഗ് ചാർജൊക്കെ കൊടുക്കണം. ഈവനിങ് ടൈമിലെ വാക്കിങ്ങിനും അതുപോലെ തന്നെ കുറച്ച് സായാഹ്നം ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്ലേസ് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. കൽബ ഏരിയയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. ചില ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഇന്ന് അവധിയായിരിക്കും. മൺഡേ ഇവിടെ അവധിയാണ് കാണിക്കുന്നത് ഗൂഗിളിൽ. അതുകൊണ്ട് അവിടെയൊന്നും വിസിറ്റ് ചെയ്തില്ല. എന്താ കാരണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് ചില സ്ഥലങ്ങൾ അവധിയാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാം. സമയം ഏകദേശം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. എല്ലായിടവും കവർ ചെയ്തു. പോകാനിരുന്ന ചില സ്ഥലങ്ങളൊഴികെ ബാക്കിയെല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിന്ന്. ചെറിയൊരു ചായയൊക്കെ കുടിച്ച് പെട്രോളൊക്കെ അടിച്ച് സായാഹ്നമൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ദുബായിലേക്ക് യാത്രയായി. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing